എങ്ങനെയാ നമ്മൾ കൃഷ്ണനെ കാണേണ്ടത്? കൃഷ്ണനെ നമ്മൾ കാണേണ്ടിയിരുന്നത്, ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, ദൈവമായിട്ടായിരുന്നില്ല. നമ്മൾ ഹിന്ദുക്കൾ വലിയൊരു തെറ്റിലാണ് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. കൃഷ്ണനെ ഒരു ദൈവമായി കാണുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് വീണു പോകുന്നത്. കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ആളായി കൃഷ്ണനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. കാര്യം നടത്തിത്തരുന്ന ദൈവരൂപത്തിലല്ല ആരെ കാണേണ്ടത്? പറയൂറക്കെ. കൃഷ്ണനെ കാണേണ്ടത് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയം ചെയ്തു തരുന്ന സുഹൃത്തായിട്ടും ദൈവമായിട്ടും അമ്മാവനൊക്കെയായിട്ടും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ എങ്ങനെ കാണണം? ആത്മാർഗണിയോ വിധികൃത് ഗുരുശ്ച. എങ്ങനെ കാണണം? ദൈവമായി കാണാനല്ല പഠിപ്പിക്കുന്നത്. ആരെ കാണണം? വിധികൃത് ഗുരുശ്ച. ആരായിട്ട് കാണണം? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണനെ നിങ്ങൾ ഉപാസിക്കുന്നത് കേവലം ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നാമം ചൊല്ലിയ മാത്രം പോരാ. കൃഷ്ണൻ തന്ന ഉപദേശം നിങ്ങൾ പഠിക്കണം. എങ്ങനെയാ നമ്മൾ കൃഷ്ണനെ കാണേണ്ടത്? കൃഷ്ണനെ നമ്മൾ കാണേണ്ടിയിരുന്നത്, ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, ദൈവമായിട്ടായിരുന്നില്ല. നമ്മൾ ഹിന്ദുക്കൾ വലിയൊരു തെറ്റിലാണ് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. കൃഷ്ണനെ ഒരു ദൈവമായി കാണുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് വീണു പോകുന്നത്. കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ആളായി കൃഷ്ണനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. കാര്യം നടത്തിത്തരുന്ന ദൈവരൂപത്തിലല്ല ആരെ കാണേണ്ടത്? പറയൂറക്കെ. കൃഷ്ണനെ കാണേണ്ടത് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയം ചെയ്തു തരുന്ന സുഹൃത്തായിട്ടും ദൈവമായിട്ടും അമ്മാവനൊക്കെയായിട്ടും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ എങ്ങനെ കാണണം? ആത്മാർഗണിയോ വിധികൃത് ഗുരുശ്ച. എങ്ങനെ കാണണം? ദൈവമായി കാണാനല്ല പഠിപ്പിക്കുന്നത്. ആരെ കാണണം? വിധികൃത് ഗുരുശ്ച. ആരായിട്ട് കാണണം? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണനെ നിങ്ങൾ ഉപാസിക്കുന്നത് കേവലം ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നാമം ചൊല്ലിയ മാത്രം പോരാ. കൃഷ്ണൻ തന്ന ഉപദേശം നിങ്ങൾ പഠിക്കണം.